ഇവിടെ നിൽക്കുവാണോ? എന്താ എൻ്റെ മീനുക്കുട്ടി ആലോചിക്കുന്നത്? എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്? അതൊന്നുമില്ലടാ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. നമ്മൾ ഒരുമിച്ചുണ്ടായിട്ടും ഈ ജോലി തിരക്കുക കാരണം നമുക്കൊന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ലല്ലോ എന്ന്. ചിലപ്പോൾ എനിക്ക് പേടി തോന്നാറുണ്ട് ചിത്തു. ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ നമ്മൾ തമ്മിലുള്ള ഈ ചെറിയ ലോകം എവിടെയും നഷ്ടപ്പെടുമോ എന്ന്. മീനു, എന്തിനാ കരയുന്നേ? കരയല്ലേ പ്ലീസ്. മീനു, നീ ഇങ്ങോട്ട് നോക്ക്, എൻ്റെ മുഖത്തേക്ക് നോക്ക്. മീനു, നീ മഴയെ കണ്ടു? അത് പെയ്ത് തോരും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പകൽ വെളിച്ചത്തിൽ മാഞ്ഞു പോകും. പക്ഷെ എൻ്റെ ഉള്ളിൽ നീ ഒരിക്കലും പോവില്ല, ഒരിക്കലും മാറില്ല നീ എൻ്റെ ഉള്ളിൽ നിന്ന്. ഈ ലോകം നമ്മൾ എങ്ങനെ കണ്ടാലും, ഞാൻ എത്ര തിരക്കിലാണെങ്കിലും എൻ്റെ കണ്ണുകൾ തരുന്നത് നിന്നെ മാത്രമായിരിക്കും മീനു. അതൊരിക്കലും മാറാൻ പോകുന്നില്ല, അതൊരിക്കലും മാറുമില്ല. ഇത്രയും വലിയ ഡയലോഗിലൊക്കെ എവിടുന്ന പഠിച്ചേ നീ? നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ മീനു, നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു മറ്റൊരു ലോകം വേണ്ട മീനു. നീ വീഴുമ്പോൾ താങ്ങായും നീ കരയുമ്പോൾ നിന്നെ ചിരിപ്പിക്കാനും ഞാൻ എന്നും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഓരോന്നും വേണ്ടാത്തത് ചിന്തിച്ച് നിൻ്റെ മനസ്സ് കഷ്ടപ്പെടുത്തരുത്, കേട്ടല്ലോ? കേട്ടു. ഇനി ഒരിക്കലും എൻ്റെ മനസ്സ് കഷ്ടപ്പെടില്ല, കാരണം നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താണെന്ന് തിന്നാൻ. തിന്നാനോ? ഐ ലവ് യു മീനു. ചിത്തു, ഇനി കണ്ണുകൾ ഒരിക്കലും നിറയാൻ പാടില്ല, കേട്ടല്ലോ? എൻ്റെ ലൈഫിൽ നീ എല്ലായിടത്തോളം കാലം എൻ്റെ കണ്ണൊരിക്കലും നിറയില്ല. അപ്പം നീ ഇനി ഒരിക്കലും കരയില്ല, കാരണം ഞാനുണ്ടാവും നിൻ്റെ കൂടെ അവസാനം വരെ ഈ കൈ കോർത്ത് പിടിച്ച്. മീനു, നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? പാട്ടില്ലാതെ ഈ മഴയുടെ ശബ്ദത്തിൽ. ഓക്കെ, കളിക്കാം. എന്നവാ. പ്രണയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നിമിഷത്തിൽ അവർ രണ്ടുപേരും വെവ്വേറെയല്ലെന്നും ഒരേ ശ്വാസത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണെന്നും അവർ തിരിച്ചറിഞ്ഞു.